എല്ലാവർക്കും KCLന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളികളുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഈ വിശേഷപ്പെട്ട നാളിൽ ഒരു വിശിഷ്ട അതിഥിയാണ് KCLലൂടെ തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുവാൻ നമ്മോടൊപ്പമുള്ളത്. അത് മറ്റാരുമല്ല, കൂട്ടിക്കൽ ജയചന്ദ്രൻ സാറാണ്. മിമിക്രിയിലൂടെ വന്ന് ആങ്കറായി അവസാനം മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. മലയാളികളെ സംബന്ധിച്ച് സിനിമാക്കാരുടെ പേഴ്സണൽ ലൈഫ് അറിയാൻ അവർക്ക് വളരെ താല്പര്യമാണ്. അതൊരു പക്ഷേ സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. എന്താണ് കുടുംബവിശേഷങ്ങൾ? കുടുംബവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ, ഭാര്യ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. ഞാൻ ഒരു മകനാണ്. എൻ്റെ നാട് കോട്ടയത്താണ്, പലർക്കും അറിയാം. അവിടെ ഇപ്പോൾ ആരുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എറണാകുളം, കാലിക്കറ്റ് ആയിട്ട് കഴിയുന്നു. ഞാനും ഭാര്യയുമാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കുടുംബം. ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്, പിന്നെ എറണാകുളം ഉണ്ട്. വർക്കൊക്കെ അനുസരിച്ച് ഇങ്ങനെ കൂടുതൽ. അപ്പൊ കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാം, ഒരു താരം കൂടെ നമ്മുടെ മണ്ണിലാണ് ഉള്ളത് എന്ന്. അതെ, താരം മണ്ണിൽ വന്നിട്ട് കുറെ വർഷമായി. 2003 കല്യാണം കഴിച്ചപ്പോഴേ വന്നതാ. ആണല്ലേ? പക്ഷെ നമ്മളാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം. ആദ്യമായിട്ട് ഒരു മെയിൽ പ്രസന്റർ അല്ലെങ്കിൽ മെയിൽ ആങ്കർ ആയിട്ട് മലയാളം ടെലിവിഷനിലേക്ക് കടന്നു വന്ന് വളരെ പോപ്പുലാരിറ്റി ആർജിച്ച ഒരു വ്യക്തിയാണ് അങ്ങ്. അതിനുശേഷം സിനിമാ ലോകത്തേക്ക് വന്നു, മിമിക്രി എന്നും കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കലാരംഗത്തേക്കുള്ള പ്രവേശനം സംഭവിച്ചത്? അതൊരു സംഭവമായിരുന്നു. അത് സംഭവിക്കുക തന്നെയായിരുന്നു. കാര്യം എല്ലാം ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. അല്ല, ഓരോ ഓണത്തിനും നമ്മൾ പറയുന്നെങ്കിലും ഞാൻ പറയാം. ഈ പിന്നെ കൂട്ടിക്കൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചെറിയ ഗ്രാമം. അവിടുന്ന് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒരേ മകൻ. അച്ഛനാണെങ്കിൽ ഒരു ആയുർവേദ വൈദ്യൻ. ആകെയുള്ള മകനെ ഡോക്ടറാക്കണം. ഇങ്ങനത്തേക്കുള്ള സ്വപ്നങ്ങളുമായിട്ട് കഴിയുമ്പോൾ മകന് യാദൃശ്യമായിട്ട് മകൻ്റെ സ്വപ്നങ്ങൾ വഴിമാറുന്നു. ചെറുപ്പത്തിൽ സിനിമയോട് ഇഷ്ടം തോന്നുന്നു. പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴികൾ ഒരുങ്ങുന്നു. ഇതെല്ലാം മുമ്പേ പറഞ്ഞ പോലെ സംഭവിച്ചത് തന്നെയാണ്. അല്ലാതെ നമ്മുടെ വിധി സംഭവിക്കുകയാണ്. അല്ലാതെ പ്രയത്നങ്ങളോ നമ്മുടെ പിന്നെ മസിൽ പവറോ ഒന്നുമല്ല. എൻ്റെ അച്ഛന് പിന്നെ ഞാൻ ഡോക്ടറാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും അച്ഛൻ ബേസിക്കലി ഒരു കലാകാരനായിരുന്നു. പഴയ കാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള അച്ഛൻ്റെ ചെറിയ കാലത്ത്, അതായത് സത്യൻ, പിന്നെ നസീർ, അവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ സിനിമാ തിയേറ്ററുകൾ ഇന്നത്തെ പോലെ പോസ്റ്ററില്ല. വാട്സാപ്പിൽ കൂടെ മെസ്സേജ്, പോസ്റ്റർ വരികയും പരിപാടികളൊന്നുമില്ല. അന്ന് ഓരോ സിനിമ ഇന്നു മുതൽ ജീവിത നൗക, അല്ലെ ഇന്നു മുതൽ മുറപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ എഴുതുക ഓരോ തിയേറ്ററിൽ എഴുതി ഒട്ടിക്കുകയാണ് ഓരോരുത്തരത്ത് എത്തുമ്പോൾ. അപ്പോൾ അച്ഛൻ്റെ നാട്ടിൽ അവിടെ തിയേറ്ററിൽ അങ്ങനെ പോസ്റ്റർ എഴുതി ഒട്ടിക്കലും വാതുക്കൽ ടിക്കറ്റ് കീറാൻ നിൽക്കലും ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ തൊഴിൽ. അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പിന്നെ അച്ഛൻ ഒരു കാലത്ത് ഇതിൻ്റെ ഡോക്ടറാണ്, ഞാൻ സിനിമയ്ക്കെല്ലാം മിമിക്രി ആയിട്ടൊക്കെ ഇറങ്ങുമ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനോട്, ഇത് കിടക്കുകയല്ലേ ബ്ലഡില്, പിന്നെ നിങ്ങളിത് പറയണ്ടായിരുന്നു എന്ന്. ഒരു പക്ഷേ ഡോക്ടർ ആയിരുന്നെങ്കിൽ മലയാളികളെ ഇത്രയേറെ രസിപ്പിച്ച ഒരു മിമിക്രിക്കാരനെ, ഒരു നടനെ മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയേനെ. ചിലപ്പോ അതായിരിക്കും. ചിലപ്പോ രോഗികളെ നമ്മൾ ഒത്തിരി ചിരിപ്പിച്ചെങ്കിലും ഡോക്ടറായി കഴിയും. ഇന്നത്തെ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് ഒരു നല്ലൊരു ഐറ്റം കാണിക്കാൻ വേണ്ടി പറ്റുമോ? ജഗതി ചേട്ടനാണല്ലോ ഇപ്പോഴും മാസ്റ്റർ പീസ്. അതുപോലെ ജഗതി അല്ലെങ്കിൽ ഇന്നസെന്റ് അതുപോലെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഈ ഒരു കലാകാരന്മാരല്ലെങ്കിൽ ഒരു പിന്നെ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജഗതി ശ്രീകുമാറില്ലാതെ സിനിമയില്ല. ജഗതി ചേട്ടൻ, ജഗതി ഉണ്ടെങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞ് എത്ര പേര് ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഞാൻ ആരും കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല, ഞാൻ ഒരു ഫാക്റ്റാണ്. ഇവരുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാവൂലേ ഇതിന്റെ കാര്യം? തീർച്ചയായും. നമ്മൾ എപ്പോഴും, ഞാനും പ്രേക്ഷകനാണ്. ഇപ്പം ഞാൻ ജഗതി ശ്രീകുമാറിനെ കൈയടിക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ ആദ്യം ചട്ടമ്പി കല്യാണി തൊട്ടുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ ക്ലിക്ക് ആയതുകൊണ്ടാണ്.
അങ്ങേര് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കൈയടിക്കും. അങ്ങേര് അവിടെ വരാൻ അദ്ദേഹം അനുഭവിച്ച കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും അവിടെ നിലനിൽക്കാൻ. ഇപ്പൊ അത് അതിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ അന്ന് എൻ്റെ പിന്നെ ഞാൻ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഇന്നത്തെ ഫേമസ് ഡയറക്ടറുടെ ആദ്യത്തെ ചിത്രം ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ, അതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ജിത്തു ജോസഫ് വിളിച്ചു പറഞ്ഞു, നീ കോമഡി ചെയ്യുന്ന ആളാണെങ്കിൽ വളരെ ഒരിക്കലും കോമഡിയുടെ ഒരു ടച്ച് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് നിനക്കുള്ളതെന്ന് പറഞ്ഞ്, അത് പടം കണ്ട ആണെല്ലാം അറിയാം, അതിലൊരു സസ്പെൻസ് ക്യാരക്ടറാണ്. അപ്പോൾ ആ പടത്തിൽ ജഗദീഷ് ശ്രീകുമാറുണ്ട്. അതിൻ്റെ ഒരു ഷൂട്ടിങ് ഒരു സീന് തൊടുപുഴയിൽ നടക്കുമ്പോൾ അത് 2007. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങൾ ഒരു ഇടവേള സമയത്ത് സംസാരിക്കാനിരിക്കുമ്പം സുരേഷ് ഗോപി ഇങ്ങനെ എന്നോട് ചോദിച്ചു, എടാ നീ കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞു ഇപ്പോൾ 2003. കുട്ടികളൊന്നും ആയില്ലേ ഇതുവരെ? എന്നെയൊക്കെ കണ്ടോ 4-5 കുട്ടികളായി, നിനക്കിതുവരെ കുട്ടികളൊന്നും ആയില്ലേ? ഇങ്ങനെ ചോദിച്ചു. അപ്പം ജഗദീഷ് ശ്രീകുമാർ അവിടെ മുടി ചെയ്യിക്കൊണ്ടിരുന്ന് പുള്ളി പറയും, അതങ്ങനെ ഇവൻ പാതിരായിക്ക് 12:30 ടി വിയിലല്ലേ, പിന്നെ എങ്ങനെ ഇവന് പിള്ളേരുണ്ടാകുന്നതെന്ന് പുള്ളി ഇങ്ങനെ ചെയ്യിക്കൊണ്ട്. അതപ്പോൾ അത്ര രസകരമായിട്ട് പുള്ളി അതിനെ പറയുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരാളായിരുന്നു. ആ ജഗതി ചേട്ടനെ ഓർക്കുമ്പം ഏതൊരു മലയാളി ഓർക്കുന്നൊരു സംഭവം കിലുക്കം എന്ന് പറഞ്ഞ ചിത്രമാണ്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു കുട്ടി സംസാരിക്കുക തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. അതിലെ ഡയലോഗ് പറയുന്നുണ്ട് കിലുക്കത്തിലെ. കിലുക്കത്തിലെ ഡയലോഗ് വട്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാരും അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞിട്ട് ആ കൊച്ചി നടക്കുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പൊ അതിലെ ഒരു ഡയലോഗ് ഉണ്ട്, മോഹൻലാൽ വന്നിട്ട് നീ ഇങ്ങനെ ഇമോഷൻ ആവരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞു, ഇത്രയും കാലം നീ ആ ഭ്രാന്തത്തിൽ പെണ്ണും കൂടെ ഉടുത്തൊരുങ്ങി ശൃംഗരിച്ച് നടന്നത് എൻ്റെ കാശിന്, ഇത്രയും കാലം അവളും നീ കൂടെ തിന്നു മുടിച്ചത് എൻ്റെ കാശിന്, ഒടുവിൽ നീ കാണിച്ച പോക്കൃത്തരത്തിന് ഒടിഞ്ഞത് എൻ്റെ കൈ, എൻ്റെ മൂക്ക്, എൻ്റെ തല, ഇത്രയൊക്കെ ആയി എനിക്ക് ഇമോഷൻ ആകാനുള്ള അവകാശമില്ല. അല്ലടാ പുല്ലേ പോയി കിടന്നുറങ്ങു വെച്ചേ. അയ്യോ, പുള്ളിയുടെ ഇതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. കാരണം നമ്മൾ അഭിനയിക്കുവാണെങ്കിൽ തന്നെ സ്വന്തം വ്യക്തിത്വമാണ്, പക്ഷെ മിമിക്രി എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ആത്മാവിനെ ആർജിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. താങ്കളുടെ രക്തത്തിൽ ആ ഒരു കല അലിഞ്ഞു ചേർന്നത് കൊണ്ടായിരിക്കണം. അങ്ങനെയല്ല, ഇപ്പൊ ഈ മിമിക്രി അനുകരണ കല എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറയുന്ന കിട്ടുന്ന ക്യാരക്ടേഴ്സ് അവിടെ ചെയ്യുന്നുള്ളൂ സിനിമയിൽ. പക്ഷെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അവനൊരു വേദി നിന്നുകൊണ്ട് വിത്തിൻ 10 minutes 10 മിനിറ്റിനുള്ളിൽ അവൻ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജഗതി, ജയറാം, ഇന്നസെന്റ്, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, കമലഹാസനൊക്കെ ആയി ഇങ്ങനെ കട്ടകട്ടകയെന്ന് മാറും. അതെ അതെ. അപ്പൊ അതൊരു അസാധ്യമായ ഒരു കല തന്നെയാണ്. അതിലൂടെ വരാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. മിമിക്രി ആണോ, അവതാരികനായിരിക്കുന്നതാണോ, അല്ല സിനിമ അഭിനയമാണോ? ഇതിൽ ഏതാണ് കൂടുതൽ കംഫർട്ടായി തോന്നിയിട്ടുള്ളത്? ഇല്ല, ഇത് മൂന്ന് തരമാണ്. മൂന്നും ഇഷ്ടമാണ്. മൂന്ന് രീതിയാണ്. മിമിക്രി വേദിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് വേറെ സംഭവം, ഒരു മിമിക്രിയെ ഒരു സ്കിറ്റ് ചെയ്യുന്നു, അത് വേറെ. ഇതിൽ ഏത് പേരിൽ അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല, നമ്മൾ എങ്ങനെയും അറിയപ്പെടുക ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ നാടാണ് കൂട്ടിക്കൽ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ പലരും അന്നത്തെ കാലത്ത് സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലൊക്കെ ഫേമസ് ആയിട്ടുണ്ട്. അവരൊക്കെ പറയുമ്പോൾ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോട്ടയം, അല്ലെങ്കിൽ ഈ കൂട്ടിക്കൽ എന്ന് പറയുന്നതിന് 5 കിലോമീറ്റർ മുമ്പ് ഒരു സ്ഥലമുണ്ട് മുണ്ടക്കയം. ആ മുണ്ടക്കയം അത്രേ പറയുള്ളൂ. കൂട്ടിക്കൽ എന്നാരും പറയുന്നില്ല. അപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി, കൂട്ടിക്കൽ എന്ന പേരിന്റെ കൂടെ ചേർക്കണം. അങ്ങനെ കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് അറിയപ്പെടണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു ആദ്യം ഒരു ആഗ്രഹം. അത് ഉണ്ടാകാനും ഒരു രസമുണ്ട്. ഒരിക്കൽ വളരെ ചെറുതിൽ ഞാൻ 5-10 വയസ്സുള്ളപ്പോൾ ഞാൻ നല്ല ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ മുണ്ടക്കയം എന്ന് പറഞ്ഞ ടൗൺ, കൂട്ടിക്കൽ എന്ന് പറഞ്ഞ ടൗണിൽ ഇപ്പം പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ബസ് സർവീസൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ മുണ്ടക്കയം എന്ന് പറയുന്ന ഞങ്ങളുടെ തൊട്ടടുത്ത ഏറ്റവും വലിയ ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ഇല്ല, ഒരു KSRTC ബസ് നെടുമുടി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് പാസ് ചെയ്ത് പോയി. അപ്പൊ ഞാനിങ്ങനെ അച്ഛനോട് ചോദിക്കും, അയ്യോ അച്ഛാ അത് മറ്റേ സിനിമാ നടന്റെ ബസ്സാണോ? ഇപ്പൊ ഞാൻ നല്ല ഓർക്കുന്നുണ്ട്, സിനിമാ നടന്റെ ബസ്സാണോ അച്ഛാ പോയെ? മറ്റേ എടാ നെടുമുടി അച്ഛൻ, അല്ല അത് നെടുമുടി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞടാ അത് വേണു എന്നയാളുടെ പേര്, നെടുമുടി അയാളുടെ സ്ഥലമാണ്, അങ്ങോട്ടുള്ള ബസ്സാണ്. അന്ന് ഉള്ളിൽ സ്പാർക്ക് ചെയ്തതാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ.
എന്ന് അത് എല്ലാം ഞാൻ പറഞ്ഞില്ല. മുമ്പ് നിങ്ങൾ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. കോട്ടയത്തുള്ള ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴുള്ള ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവാം. നമുക്കിപ്പോൾ ഈ ഓരോ സംസ്കാരങ്ങൾ ഓരോരുത്തരോട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഒരു നമ്മുടെ എൻ്റെയൊക്കെ പിന്നെ കുറേ പഠിക്കുന്ന കാലത്തൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ അന്നും ഈ എന്താണ് എപ്പോഴും മെസ്സേജ് ഇടുമ്പോഴും സ്റ്റാറ്റസ് ഇടുമ്പോഴും ഒക്കെ കാണാം തുമ്പപ്പൂവിന്റെയും എന്താണ് അങ്ങനെയൊക്കെ നൈർമല്യതയും പിന്നെ തുമ്പിതുള്ളത്തിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇടുന്ന ഓരോ ഓണം കൂടി എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ പിന്നെ തുമ്പിയും പിടിക്കാനായിട്ട് പിള്ളേർ ഓടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അന്ന് കൂടുതൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈ പൂ ഇങ്ങനെ പറിക്കാൻ വരും ഓണം സമയത്ത്. ഇതുവരെ നിങ്ങളെ പോലെ ഉള്ള മുല്ലപ്പൂവൊക്കെ വെച്ച പെൺകുട്ടികൾ, സുന്ദരിമാരായ പെൺകുട്ടികൾ താങ്ക് യു ഇങ്ങനെ വരും പൂ പറിക്കാൻ. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുറെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓരോ ഇപ്പം നമുക്കാണേലും ഈ പ്രൊഫഷനിലേക്കൊക്കെ പോയി ജീവിക്കണമെങ്കിൽ ഓണം ഉണ്ണണമെങ്കിൽ പണിക്ക് പോകണം. ആ സമയത്ത് തുമ്പപ്പൂ പറിക്കാനൊക്കെ വല്ല നേരമുണ്ടോ? അപ്പൊ ഓണത്തെ സംബന്ധിക്കുന്ന ഓർമ്മകളൊന്നും ഇല്ല. ഓണത്തെ സംബന്ധിക്കുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇപ്പോൾ ഒരു 10-25 വർഷമായി കലാരംഗത്ത് വന്നിട്ട്. ആ 25 കലാരംഗത്ത് വന്നതിന് ശേഷമുള്ള 25ഓളം വരുന്ന ഓണങ്ങൾ ഞാൻ കഴിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണത്തിന്റെ തലേദിവസം വരെ ചിലപ്പോൾ ഒരു പക്ഷേ പ്രോഗ്രാം ഉണ്ടാകണമെന്നില്ല. ഓണത്തിന്റെ അന്നിട ഇന്നപോലൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇന്നടത്ത് മറ്റേ ദുബായ് നമുക്ക് മറ്റേ ഓണത്തിന്റെ ഓക്കെ ഓണത്തിന്റെ തലേദിവസം അല്ലെ ഓണത്തിന് പോകുന്നു. ആ ഓണ ദിവസം ഒന്നെങ്കിൽ ബസ് പിന്നെ ഏതെങ്കിലും എയർ ബസ്സിൽ അല്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകുന്നു, അല്ലെങ്കിൽ ട്രൂപ്പിൻ്റെ വണ്ടിയിൽ, അല്ലെങ്കിൽ സ്വന്തം കാറിൽ, അല്ലെങ്കിൽ ട്രെയിനിലും ഒക്കെ ആയിരിക്കും ആ സമയത്ത് എവിടേക്ക് പോകും. വീട്ടുകാർ സുഭിക്ഷമായിട്ട് ഓണസദ്യ കഴിക്കുകയും ചെയ്യും. അതാണല്ലോ നമുക്ക് വേണ്ടത്. അതാ ഇതുവരെയുള്ള. സിനിമയിലേക്കുള്ള ചുവടുവയ്പ് എങ്ങനെയായിരുന്നു? സിനിമയിലേക്കെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം അന്നൊരു അത്ഭുതം ആയിരുന്നല്ലോ. ഈ മിനി സ്ക്രീന് അങ്ങനെയൊക്കെ വരുന്നതും ഈ പറയുന്ന പോലെ അവതാരകർ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പം നമുക്ക് ടൗണിൽ പിന്നെ എനിക്ക് തോന്നുന്നു കടലിൽ എത്ര മത്തി ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ എത്ര ചാനൽ നമുക്കുണ്ട് എന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഒരാളും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ അന്നത്തെ കാലത്ത് സൂര്യ TV, ഏഷ്യാനെറ്റ് വളരെ ഉള്ളായിരുന്നു. അപ്പൊ അതിലൂടെ അന്ന് വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അത് സിനിമയിലേക്ക് അവരെ വെച്ചൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഈ TV കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രൊഡ്യൂസേഴ്സ് കരുതി. അങ്ങനെ അവർക്ക് ഒരു തോന്നിയതുകൊണ്ട് നമ്മളൊക്കെ സിനിമയിൽ അഭിനയിച്ചു. തിളക്കം, ചാന്തുപൊട്ട് തുടങ്ങിയ സിനിമകളിലെല്ലാം നല്ല രീതിയിൽ താങ്കളുടെ അഭിനയ പ്രകടനം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നതുപോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സെലക്റ്റീവ് ആയതാണ്. ആരും വിളിച്ചില്ല എന്നുള്ള ഉണ്ടുണ്ട. അപ്പോൾ സെലക്റ്റീവ് ആയതാണ്. പിന്നെ അതിന് ശേഷം വേറൊന്നുമല്ല, എനിക്ക് ഇപ്പൊ ഞാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മേളിലേക്ക് നോക്കി പിന്നെ വിഷമിക്കുന്നതിനേക്കാൾ കാരണം നമ്മൾക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ദൈവം തന്ന ഭാഗ്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചാൽ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ റോളെങ്കിൽ ചെയ്ത പടങ്ങളൊക്കെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളാണ്. ഒന്ന് നിങ്ങൾ പറഞ്ഞ ചാന്തുപൊട്ട്, പിന്നെ 2015 ചെയ്യുന്ന മൈ ബോസ്, പിന്നെ ചെയ്തത് ജിത്തു ജോസഫിന്റെ മെമ്മറീസ്, പിന്നെ ഇനി മലയാള സിനിമ ഒരിക്കലും ഇനി അതിന് മേളിൽ പോകാൻ സാധ്യതയില്ലാത്ത ദൃശ്യം. പിന്നെ ഇപ്പോ നിലവില് 2015 വളരെ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ. നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. തീർച്ചയായും. KCL ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് കൂട്ടിക്കൽ ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു പോവാം. പിന്നെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമാ വിശേഷം എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞാണ് റിലീസിംഗ് ഉള്ളത്. ദിലീപ് ഏട്ടൻ്റെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ചിത്രം. അതിൽ ദിലീപ് ഏട്ടൻ്റെ ഫ്രണ്ടായിട്ടാണ് നമ്മൾ ചാന്തുപൊട്ട്
നാടോടി മന്നൻ, മൈ ബോസ്, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ഇതിലും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. ദിലീപേട്ടൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാകാൻ സാധ്യത ഉള്ള ഒരു ചിത്രമാണ് അത്. ഇനി മിനി സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ അവതാരികനായി തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇന്ന പോലെ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള ഒരു കണക്കുകൂട്ടലും എൻ്റെ ലൈഫിലില്ല. അത് ആ പീരീഡാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്ര കാലഘട്ടത്തിൽ ഇന്നത് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 2000 തൊട്ട് 2009 വർഷം മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ സംഭവമാണ് ആ ഷോ, കോമഡി ടൈം എന്ന് പറയുന്നത്. തീർച്ചയായും അതുപോലൊരു സന്ദർഭം ഇനിയും പിന്നെ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ വരും. എങ്കിലും എപ്പോഴും ആഗ്രഹിക്കുന്ന, മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്ന ഒരു സംഭവം അങ്ങനില്ല. എനിക്കിനി മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല, മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ പോവുക എന്നുള്ളത്, തിരിച്ചു പോകുന്ന പരിപാടിയില്ല. ഇനിയും ഒരുപാട് ദൂരം ഉണ്ടെന്നാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തി എന്ന് മനസ്സിന് സംതൃപ്തി ഉണ്ട്? എവിടെ എത്താൻ? നമ്മളൊന്നും ഒരിടത്തും എത്തുന്നില്ലല്ലോ. നമ്മൾ എപ്പോഴും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊഫഷനിലും നമ്മൾ ഒരിടത്തും എത്തുന്നില്ല. നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റെന്തൊക്കെ വിശേഷങ്ങളാണ്? ബിസിനസ്, ഇപ്പം ദിലീപേട്ടനെ പോലെയുള്ള പല ആളുകളും സിനിമയിലുള്ള പലരും ബിസിനസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചുവടുവെപ്പ് തുടങ്ങിയിരിക്കുന്നു. ബിസിനസ്സിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ, പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അത് അവര് ബിസിനസ്സിലേക്കൊക്കെ പോകുന്ന സിനിമയില് സിനിമ ഒക്കെ അവരുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് കാണും. ഇനിയിപ്പോ ഏതെങ്കിലും കച്ചവടത്തിലേക്ക് പോവാ എന്നൊക്കെ ആയിരിക്കും. എനിക്ക് സിനിമയിലൊന്നും ചെയ്ത് മതിയായില്ല, അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. സിനിമയിൽ വന്നിട്ട് സങ്കടപ്പെടുത്തിയ വല്ലതും ഓർമ്മയിലുണ്ടോ? സങ്കടപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുത്തിയ വഴിക്ക് നോക്കാൻ നിന്നാ അത് മാത്രമേ ഉള്ളൂ. എങ്കിലും അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് പേഴ്സണൽ ലൈഫ് ഒക്കെ അറിയാൻ വളരെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നേ, ആ കോമഡി ഇപ്പൊ ഞാൻ ഓർക്കാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വേളയില്ലേ, ഞങ്ങൾ നമ്മുടെ കമ്പനി കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, കാലം പോയ പോക്ക്, ഇപ്പം ഈ മനുഷ്യർക്ക് അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ അടുത്ത വീട്ടിൽ ആരാണെന്നോ അടുത്ത മുറിയിൽ ആരാണെന്നോ വിളിച്ച് അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞു, നീ അത് പറയരുത്, ഒരിക്കലും നീ അത് പറയരുത്. സ്വന്തം കാര്യവും സ്വന്തം ബിസിനസ്സും സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യവും നിർത്തി വെച്ചിട്ടാണ് ആൾക്കാർ കാവ്യമാധവന്റെ ദിലീപിന്റെയും കാര്യത്തിൽ ഇടപെടുന്നത്. അത് മാത്രം നീ പറയരുത് എന്ന് പറഞ്ഞതുപോലെ നമുക്കത് താല്പര്യമുള്ള കാര്യം. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ചോദിച്ചതിന് ഉത്തരം പറയാം. ദുഃഖിക്കാനാണ് നമുക്കെല്ലാം അതിനെ നേരം കാണുള്ളൂ അല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായ ദുഃഖമുണ്ട്. അത് ഞാൻ കേൾക്കുമ്പോൾ ഇതിലൊക്കെയാണോ കൊച്ചെ ദുഃഖിക്കുന്നതെന്ന് ഞാൻ തോന്നും. പക്ഷെ നിങ്ങൾക്ക് അത് വലിയ ദുഃഖമായിരിക്കും. എന്റെ ഒരു വിഷമം കേൾക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് ശരി, ഇതിലും വലിയ വിഷമമാണ് എനിക്ക് നിങ്ങൾ പറയും. അപ്പൊ ഈ ദുഃഖം എന്ന് പറയുന്ന ഒരു സാധനം തീരുന്നില്ല, സന്തോഷവും തീരുന്നില്ല. അത്രയുള്ളൂ. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അവാർഡുകൾ, അംഗീകാരങ്ങളെല്ലാം ലഭിച്ചത് എന്തൊക്കെയാണ്? അങ്ങനെ വലിയ അംഗീകാരങ്ങൾ, മെയിനായിട്ടുള്ള ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഈ ഓണത്തിന് ഇവിടെ ഇരിക്കുന്നത് തന്നെ ജനം അംഗീകരിച്ചത് കൊണ്ടാണ് അല്ലേ? അതിനേക്കാൾ വലിയൊരു അംഗീകാരം ഞാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ വേറെ ഒരു രീതിയിലും പറയല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അപ്പോൾ എത്ര വയസ്സുണ്ടാവും? 8 വയസ്സ്. 8 വയസ്സുള്ള ഞാൻ കോട്ടയം ജില്ലയുടെ മുഴുവൻ സ്കൂളുകൾ പങ്കെടുക്കുന്ന ഒരു കയ്യെഴുത്ത് മത്സരത്തിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ്സിലെത്തിയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ മാത്രം ഒരു കയ്യെഴുത്ത് മത്സരം നടന്നു. അവിടെ 5ാം സ്ഥാനമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ പല വഴികളുണ്ട് ഇവിടെ, 1, 2, 3 ഒക്കെ കിട്ടാൻ. അപ്പം നമ്മൾ അതിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കഴിവ് ഇപ്പം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ കോട്ടയം ജില്ല മുഴുവൻ 8ാമത്തെ വയസ്സ് 1ാം സ്ഥാനത്ത് എഴുതാമെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലുള്ളേക്കാളും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിനർത്ഥം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളില്ല എന്നല്ല, മനസ്സിലായി? അപ്പൊ അത്തരം അംഗീകാരത്തിനേക്കാളും നല്ലത് ഈ ജനങ്ങൾ തരുന്ന അംഗീകാരം, അത് ഏറ്റവും വലിയ അംഗീകാരം. ഈ പ്രാവശ്യത്തെ സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളും കളിയാക്കലുകളും സ്റ്റാറ്റസ് മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി. അതിനെ എങ്ങനെയാണ് കാണുന്നത്?
അല്ല ഇപ്പൊ എത്ര കാലമായി ഈ അവാർഡ് വാർത്ത വരുന്നതും ഒക്കെ ആദ്യമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഒരു ഓർമ്മയിലൊന്ന് എടുത്തു നോക്കി എത്ര വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ അവാർഡ് കിട്ടുക? ഈ അവാർഡ് ഇപ്പൊ ഇത് സംസ്ഥാന അവാർഡിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു ഓർമ്മയില് എത്ര വർഷമായി? കുറച്ച് കാലങ്ങളായിട്ടേ ഉണ്ടാവും. എന്നെങ്കിലും ഇതുപോലെ അല്ലാതെ കേട്ടിട്ടുണ്ടോ? അയ്യോ ആ പുള്ളിക്ക് കൊടുക്കേണ്ടതായിരുന്നു ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ശരിയാണ്. ഇപ്പൊ ഫേസ്ബുക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പറയണ്ട, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടിക്ക് ഇപ്പം ഈ ലാലേട്ടന് ഇപ്പൊ ഈ ഒരു അവാർഡ് കിട്ടണം. നമ്മൾ ഇന്നും എത്ര തലമുറ പോയിട്ട് ലാലേട്ടൻ മമ്മൂക്കാന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വലിയ അവാർഡ് വേറെന്താ ഉള്ളത്? മമ്മൂക്കിയാണോ കൂടുതൽ ഇഷ്ടം, ലാലേട്ടനെയാണോ കൂടുതൽ ഇഷ്ടം? ഇത് ഭയങ്കര ചോദ്യങ്ങളാ. രണ്ടുപേരെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കിനാ അതങ്ങനെ കാര്യം. ഞാൻ പറയുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോഴും എനിക്ക് ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർതിരിവൊന്നും എനിക്ക് ഇഷ്ടമില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലേട്ടനാണ്, മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്ക. ഓണത്തിനെ പറ്റി പറയുന്ന സമയത്ത് കോടി മുണ്ടെടുത്ത് പൂക്കളമിട്ട് ഓണസദ്യ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മലയാളികൾക്ക് എപ്പോഴും മനസ്സിലേക്ക് ഓടി വരും. എന്താണ് ശരിക്കും ഓണത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു അങ്ങനെ ഓണത്തിന് ഈ പറയുന്ന ഇപ്പൊ താനിട്ടിരിക്കുന്ന പോലത്തെ ഈ ഡ്രസ്സും ഇട്ട് ഒന്ന് വരാൻ ആ ഓണം ഉള്ളത് കൊണ്ടാണ് പെണ്ണുങ്ങളുടേതായ സൗന്ദര്യത്തിലൊന്ന് കാണാൻ കഴിയുന്നത്. പ്രണയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഇറങ്ങി. അപ്പം മുതൽ നമ്മൾ പറയാൻ തുടങ്ങിയതാ പ്രേമത്തിന് കണ്ണും മൂക്കും മാത്രമല്ല ടിക്കറ്റും ഇല്ല അത്രേ. അപ്പം അതേപോലെ പ്രണയം, പ്രേമം അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു വികാരത്തിനോട് അല്ലെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതിപ്പം വേറൊന്നുമില്ല. ഈ പ്രേമം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫിലോസഫി രീതിയിലൊന്ന് പറയാനാണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇടയ്ക്ക് എപ്പോഴും എങ്കിലും നമ്മൾ ഓർമ്മയിലേക്ക് വരുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വസ്തു ഇടയ്ക്ക് നമ്മൾ വളരെ ഇതിലൂടെ ഓർക്കുന്നു. അത് സ്നേഹമാണ്. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് അത് വരിക ഒരു സംഭവം. അന്ന് കണ്ട ഒരാള് അല്ലെ അതിനെ വേണം നമുക്ക് ഇഷ്ടം എന്ന് പറയാം. ഇതല്ല, എപ്പോഴും ഏത് നിമിഷവും നമ്മുടെ ഓരോ ശ്വാസത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ മനസ്സിൽ എന്ത് വരുന്നോ അതിനെയാണ് നമ്മൾ പ്രേമിക്കുന്നത്. എപ്പോഴും ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്രണയിക്കുന്നത് ഭക്ഷണത്തെയാണ്. ഈ സമയത്ത് പോലും നമ്മുടെ ബ്രെയിനിൽ എന്തിരിക്കുന്നു അതിനെയാണ് നമ്മൾ പ്രണയിക്കുന്നത്. എല്ലാവരും പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ തന്നെ ഒരു ആംഗലേയ സംസ്കാരം വന്നതിന് ശേഷം സംസാരത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് വാക്കുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. താങ്കൾ ശുദ്ധമായ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വലിയ പ്രാവീണ്യമില്ല, അത് തന്നെ കാരണം. അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആരെ കൈ നോക്കിയാൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിൽ ഈ ഒരു സംഭവം ഇംഗ്ലീഷ് ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടിടത്ത് ഇംഗ്ലീഷ് വേണം, മസ്റ്റാണ്. അല്ലാതെ ഇംഗ്ലീഷും നമ്മുടെ മലയാളം ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ മലയാളത്തിൻ്റെ കൂടെ ഇംഗ്ലീഷും പഠിക്കണം. അവൻ ഇവിടെ തന്നെ ജീവിക്കേണ്ടവനല്ല, അവൻ ലണ്ടനിൽ പണിയെടുക്കാൻ പോകേണ്ടവനാ, അല്ല ദുബായിൽ പോകണം, അവൻ ഇന്ത്യയൊക്കെ. ഇതെല്ലാം വേണമെന്നേ ഉള്ളൂ. അതിന്റെ പേര് മലയാളം മറന്നു പോകരുതെന്ന് മാത്രമേ. പുതിയ ഒരുപാട് സിനിമാ സംവിധായകർ വരുന്നു, പുതുമുഖ താരങ്ങൾ വരുന്നു, അങ്ങനെ പലതും സംഭവിക്കുന്ന സമയത്ത് സിനിമയുടെ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള നല്ല മൂല്യങ്ങളുള്ള കഥയുടെ സന്ദർഭങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ആരോപണം പരക്കെ ഉയരുന്നുണ്ട്. അതൊന്നുമില്ല, എല്ലാ കാലത്തും അങ്ങനത്തെ മോശം സിനിമകളും ഉണ്ടായിട്ടുണ്ട്, നല്ല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. കാര്യം പഴയ കാലത്തെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ഒന്നും അല്ലായിരുന്നല്ലോ. അതെ, ഒരു ഹാഫ് ബർമൂഡ എല്ലാം ഇട്ട് എന്താ പറയാ മൊബൈലൊക്കെ കൈ പിടിച്ച് മംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് താങ്കളെ ഇനി വരുന്ന ഏതെങ്കിലും സിനിമയിൽ പ്രതീക്ഷിക്കാമോ? ഏകദേശം അത് തന്നെയാണ് ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മൊബൈലും കയ്യിൽ സ്വർണ്ണങ്ങളും മറ്റേ എവിടെയാണ് ന്യൂസിലൻഡിൽ നിന്ന് നാട്ടിലെത്തുന്ന ഒരു പുത്തൻ പണക്കാരൻ്റെ ഒരു വേഷമാണ് അത് ചെയ്തിരിക്കുന്നത്. താങ്കളുടെ ഇത്രയും വിലപ്പെട്ട നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി KCL ചാനലിലൂടെ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്കൾ അടുത്ത് കിട്ടിയതിലും സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത്രയും നല്ല കാര്യങ്ങൾ തുറന്നു സംസാരിച്ചല്ലോ. ഇനി മലയാളികളോട്, കേരളത്തിലെ കോഴിക്കോട്ടുകാരോട് ഓണത്തിനെ കുറിച്ച് എന്ത് പറയാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ പോലെ കോഴിക്കോടുകാരോട് എന്ന് മാത്രമൊന്നുമല്ല, ഈ ചാനൽ എവിടെയൊക്കെ ആരൊക്കെ കാണുന്നുണ്ടോ, നമ്മുടെ ഈ ഞാൻ സംസാരിക്കുന്ന ഭാഷ ആർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ, അത് മലയാളികളായിരിക്കുമല്ലോ.
അവരോട് ഒക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രേക്ഷകൻ ആയുസ്സോടും ആരോഗ്യത്തോടും നല്ല മനസ്സോടും നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങിയൊരു സിനിമ കാണണമെങ്കിൽ, നമ്മുടെ ഒരു സ്റ്റേജ് ഷോ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു TV പ്രോഗ്രാം കാണണമെങ്കിൽ മുമ്പിൽ ആൾ വേണം അല്ലേ? അല്ലാതെ നമുക്ക് എന്ത് കഴിവുണ്ടായിട്ടും ഒരു കാര്യമില്ല. സന്തോഷത്തോടെ നല്ല മനസ്സോടെ കഴിയുക, അവനവൻ നന്നാകുക, നാട് നന്നാകുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും അതിനെ ഒരു എന്താ പറയുക, ഒരു സമത്വത്തിന് ഇടയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ് ഈ ഓണം, ദേശീയോത്സവം. ആ ഓണത്തിൻ്റെ എന്തെങ്കിലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. എല്ലാവരും നല്ല ഒരു ഓണം ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇത്രയും നേരം സംസാരിച്ച ആതിരയോടും ഇതിന് ഒരവസരം ഉണ്ടാക്കി തന്ന ഈ ചാനലിൻ്റെ ആൾക്കാരോടും ഇത്രയും നേരം നമ്മളെ രണ്ടുപേരെയും കണ്ടിരുന്ന പ്രേക്ഷകരോടും നന്ദി. താങ്ക് യു സോ മച്ച്.